ഏകദേശം 3000-ലധികം ആളുകൾ ഒരേ ഒരു സ്ഥലത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശബ്ദം ഉയർന്നു വരികയാണ്. ചില വീടുകളിൽ പങ്കാളികൾ തമ്മിലുള്ള വഴക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചില വീടുകളിൽ മരണവിളിയാണ്. ചില വീടുകളിൽ കുട്ടികൾ കരയുന്നു. രാത്രിയായിട്ടും ആരും ഉറങ്ങിയിട്ടില്ല. പ്രേതബാധ പിടിച്ചതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയന്ന് ഓടാൻ തുടങ്ങി. നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു പ്രദേശത്താണ് ഇവയെല്ലാം സംഭവിക്കുന്നത്. ശാന്തമായ നയാഗ്ര വാട്ടർഫാൾ, എന്നാൽ സമാധാനമേ ഇല്ലാത്ത സ്ഥലം. അവിടെ ഒരു സ്കൂൾ, ധാരാളം വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. എന്നാൽ അവിടെയുള്ള കുട്ടികളെല്ലാം പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുന്നു. ചില സ്ത്രീകളും പുരുഷന്മാരും തളർന്നു വീഴുന്നു. ചില സ്ത്രീകൾക്ക് വന്ധ്യത സംഭവിക്കുന്നു. ഇവയ്ക്കെല്ലാം കാരണം പിശാച്, പ്രേതം അല്ലെങ്കിൽ ശാപം. ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചാലും സത്യത്തിൽ ഈ നയാഗ്ര ഫോൾസിനടുത്തുള്ള ഈ ലവ് കനാലിൽ എന്താണ് സംഭവിച്ചത്? ലവ് കനാൽ പ്രേതമാണോ, പിശാചാണോ, അല്ലെങ്കിൽ അതിലും വലിയ മറ്റെന്തെങ്കിലുമാണോ? ഈ സംഭവം നടന്നത് വളരെ കാലം മുൻപാണെങ്കിലും നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊരു പിശാചുമായി നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു സ്ഥലം പറഞ്ഞിരുന്നു, നയാഗ്ര ഫോൾസ്. ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും വളരെ മനോഹരമായ, ആകർഷണീയമായ നിരവധി സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഒരു ഭയാനകമായ സ്ഥലവും ഉണ്ടായിരുന്നു. അതായിരുന്നു ലവ് കനാൽ. ലവ് കനാൽ നല്ലൊരു പേര് തന്നെയല്ലേ? ഇതിന് പുറകിൽ അങ്ങനെ പ്രേതങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് പ്രേതമല്ല. പക്ഷേ അതിലും ഭീകരമായ മറ്റൊരുപാട് സംഭവങ്ങൾ. 1890 ഒരാൾ ഈ നയാഗ്ര ഫോൾസിനടുത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് വില്യം ടി ലവ്. ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിൽ അദ്ദേഹത്തിന് പ്രണയത്തിന്റെ ഒരു പ്രകാശം തന്നെ കാണാൻ സാധിച്ചു. ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വിശാലമായ ഭൂമിയുടെ സാന്നിധ്യം അദ്ദേഹം ശ്രദ്ധിച്ചു. ആ സമയമായിരുന്നു അദ്ദേഹത്തിന് ഒരാഗ്രഹം വന്നത്. ആ വെള്ളച്ചാട്ടത്തിന് ചുറ്റും ഒരു പാർക്കുണ്ടെങ്കിൽ ഇതിലും മനോഹരമായിരിക്കുമല്ലോ എന്ന്. പാർക്കിൽ കൂടുതൽ ആളുകളും കുട്ടികളും സ്കൂളുകൾ, കോളേജുകൾ ഇവയെല്ലാം ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. 1890 അദ്ദേഹത്തിന്റെ മനസ്സിൽ പൂത്തുവിടർന്ന ഈ ഒരു സ്വപ്നം കാരണം 1973 അവിടം ഒരു ദുരന്ത ഭൂമിയായി മാറുന്നു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം കൂട്ടത്തോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. നിരവധി പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കാരണമറിയാതെ അമേരിക്കൻ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയോ? അത്രത്തോളം അവിടെ എന്താണ് സംഭവിച്ചത്? വെള്ളച്ചാട്ടത്തിൽ അങ്ങനെ വില്യം എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്. മനോഹരമായ ഒരു ഗ്രാമം, അവിടെ ധാരാളം ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ജലവൈദ്യുത നിലയം ആവശ്യമാണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവം മുതൽ ആ വെള്ളച്ചാട്ടത്തിന്റെ അവസാനം വരെയും നിരവധി കുന്നുകളുള്ളത് അദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ 11 കിലോമീറ്റർ ടണൽ നിർമ്മിക്കാം. ആ കനാലിലൂടെ വെള്ളം ഒഴുകും. ഒരു ഇലക്ട്രിക്കൽ ടർബൈൻ അതിൽ ഉപയോഗിക്കണം. അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് വെള്ളച്ചാട്ടത്തിന് ചുറ്റും ഒരു നഗരം സൃഷ്ടിക്കാനും അദ്ദേഹം പദ്ധതിയിട്ടു. അതായിരുന്നു വില്യമിന്റെ വലിയൊരു പദ്ധതി. ഈ പദ്ധതി അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു കനാൽ നിർമ്മാണത്തിന് വില്യമിന് ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും ഒരു അനുമതി ലഭിച്ചു. 1890 വില്യം ഈ ഒരു പദ്ധതി നിർദ്ദേശിച്ചു. 1913-14 കാലഘട്ടത്തിലാണ് ഇതിനായിട്ടുള്ള പണികളെല്ലാം തുടങ്ങിയത്. പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ടണലിന്റെ പണി അവസാനിപ്പിക്കാൻ US സർക്കാർ ഉത്തരവിട്ടു. എന്ത് ചെയ്യണമെന്ന് വില്യമിനിപ്പോൾ അറിയില്ല. ആ തുരങ്കത്തിൽ ജോലി ചെയ്ത തൊഴിലാളികളെ എല്ലാം പറഞ്ഞയക്കുന്നു. ആ തുരങ്കത്തിന്റെ പണിക്കിടയിൽ ഒരുപാട് പേർ മരിച്ചതായും പറയുന്നു. എന്നാൽ ഈ മരണമെല്ലാം വെറും അപകടം മാത്രമാണ് എന്നാണ് വില്യം ചിന്തിച്ചത്. ഒരു ഘട്ടത്തിൽ തുരങ്കത്തിന്റെ പണി പകുതിയിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. ആ ഭൂമി എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അത് വാങ്ങിയ ആളുകൾക്കും ഭൂ ഉടമകൾക്കും ആ ഭൂമി ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമായി. ആ സ്ഥലം വിൽക്കാനോ പാട്ടത്തിന് കൊടുക്കാനോ ഉള്ള ആലോചനകൾ പിന്നെ തുടങ്ങി. ആ കാലത്ത് ആ ഭൂമി ലേലത്തിനും വരുന്നു. അവിടെ മുതലാണ് വിപരീതമായ പല സംഭവങ്ങൾ തുടക്കം കുറിക്കുന്നത്. അവിടെ ജനങ്ങളെ ഭയപ്പെടുത്തിയത് പ്രേതമോ പിശാചുക്കളോ അല്ല, കെമിക്കൽസ് ആയിരുന്നു. അതും സാധാരണ കെമിക്കൽസ് അല്ല. 1920-22 ഈ കാലഘട്ടത്തിലെല്ലാം
ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, പിന്നീട് പല ഗവേഷണങ്ങൾ. ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും സൈന്യം അല്ലെങ്കിൽ ആ രാജ്യത്തിലെ സർക്കാർ എന്തെങ്കിലും പുതിയ കാര്യം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു അമേരിക്കയും തങ്ങളുടെ രാസയുദ്ധം പരീക്ഷിച്ചു തുടങ്ങി. രാസയുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമായിരുന്നു. അതിൻ്റെ മാലിന്യം. ആ മാലിന്യം നമുക്ക് എവിടെ സംസ്കരിക്കാമെന്ന് ചിന്തിച്ചു. ആ സ്ഥാനത്തേക്കാണ് ലവ് കനാൽ വരുന്നത്. ആ കനാലിൽ ഈ രാസമാലിന്യങ്ങളെല്ലാം കുഴിച്ചു മൂടാം എന്ന തീരുമാനത്തിൽ വരുന്നു. അമേരിക്കൻ സേന അവരുടെ കെമിക്കൽ വാർഫെയറിന് വേണ്ടിയിട്ടുള്ള ചില മാലിന്യം മാത്രം അവിടെ സംസ്കരിക്കുന്നു. എന്നാൽ ഉടൻ തന്നെ ആ സ്ഥലത്ത് മറ്റൊരു കോർപ്പറേറ്റ് വരുന്നു, ഹൂക്കർ കെമിക്കൽ ആൻഡ് പ്ലാസ്റ്റിക് കോർപ്പറേഷൻ. ഈ ഹൂക്കർ കോർപ്പറേഷൻ ലവ് കനാൽ ഭൂമി ലേലത്തിൽ വാങ്ങുന്നു. അതെ, പിന്നീട് അതൊരു കോർപ്പറേറ്റ് ഭൂമിയായി മാറി. ആ ഹൂക്കർ കമ്പനിയുടെ ഒരേയൊരു ലക്ഷ്യം എന്താണെന്ന് അറിയണ്ടേ? അക്കാലത്ത് ഹൂക്കർ കമ്പനി US മാത്രമല്ല ഈ രാസവസ്തുക്കൾ കയറ്റുമതി ചെയ്തിരുന്നത്, മറ്റ് പല രാജ്യങ്ങളിലും ഈ രാസവസ്തുക്കൾ കയറ്റുമതി ചെയ്തിരുന്നു. അങ്ങനെ ഹൂക്കർ കെമിക്കൽസ് ആ സ്ഥലം വാങ്ങിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അടുത്ത 10-12 വർഷം ഈ ലവ് കനാലിൽ രാസവസ്തുക്കളും രാസമാലിന്യങ്ങളും തള്ളാനായിട്ടുള്ള ഒരു ഭൂമിയായി മാത്രമാണ് അതിനെ കണ്ടത്. ഹൂക്കർ കെമിക്കൽസ് അത്രയും വർഷത്തിൽ അവിടെ ഇട്ട കെമിക്കൽ വേസ്റ്റിന്റെ അളവ് എത്രയാണെന്ന് അറിയണ്ടേ? ഏകദേശം 22 ടണ്ണാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹൂക്കർ കെമിക്കൽസിന് മനസ്സിലായി, ഇനി നമുക്കിവിടെ കെമിക്കൽ വേസ്റ്റ് തള്ളാൻ സാധിക്കില്ല. ഈ ഒരു ഭൂമി അടയ്ക്കാൻ, ആ ഒരു ടണൽ അടച്ചിടാൻ ഹൂക്കർ കമ്പനി ആഗ്രഹിച്ചു. അവരത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതും സാധാരണ രീതിയിലായിരുന്നില്ല. ഈ കെമിക്കൽ വേസ്റ്റ് ഭൂമിയിൽ നിന്നും മുകളിലേക്ക് വരാതിരിക്കാനായി അതിനെ ചുറ്റി പല കുഴികൾ ഉണ്ടാക്കി. ആ കുഴികളിൽ ഈ കെമിക്കൽ വേസ്റ്റ് അവിടെയായി സ്പ്രെഡ് ആയതിനു ശേഷം ആ കുഴികളിൽ പുതിയ മണലിടുന്നു, എന്നിട്ടത് അടയ്ക്കുന്നു. അങ്ങനെ അടച്ച മണലിന് മുകളിൽ വീണ്ടും ആ മണൽ പുറത്തേക്ക് വരാതിരിക്കാനായി ചുറ്റും കോമ്പൗണ്ട് ഭിത്തികളും സിമന്റ് ഘടനകളും പണിയുന്നു. മുള്ളുവേലികളും അവിടെ സൃഷ്ടിച്ചു. എന്നാൽ ഹൂക്കർ കെമിക്കൽസിന് അപ്പോഴും ഒരു തൃപ്തി വന്നില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. കാരണം ഇതിനു മുൻപ് അവർ ചെയ്തതെല്ലാം വിനാശത്തിന്റെ വഴിയായിരുന്നു. അങ്ങനെ അവർ ചെയ്ത നല്ല കാര്യം എന്താണെന്ന് അറിയണ്ടേ? നയാഗ്ര ഫോൾസ്, അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്കൂൾ, നയാഗ്ര ഫോൾസ് സ്കൂൾ ബോർഡ്. ആ കാലത്ത് നയാഗ്ര ഫോൾസ് സ്കൂൾ ബോർഡിന് ഒരു ഭൂമി ആവശ്യമായിരുന്നു. അവിടെ ഒരു സ്കൂൾ പണിയാനും ആ കുട്ടികൾക്ക് ആവശ്യമായ ഹോസ്റ്റൽ പണിയാനും മനുഷ്യർക്ക് താമസിക്കാനുള്ള പല വീടുകൾ നിർമ്മിക്കാനും അവർ ആഗ്രഹിച്ചു. ആ സമയത്താണ് ഹൂക്കർ കമ്പനി നയാഗ്ര ഫോൾസ് സ്കൂൾ ബോർഡിനോട് ചെന്ന് ഒരു കാര്യം ചോദിച്ചത്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഭൂമി വേണ്ടേ? ഞങ്ങളുടെ പക്കൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, നിങ്ങൾക്കത് വേണമോ എന്ന് ചോദിച്ചു. എത്രയാണ് വില എന്ന് ചോദിച്ചു. $1 മാത്രം നൽകിയാൽ മതി, ഈ ഭൂമി ഞാൻ നിങ്ങൾക്ക് എഴുതി നൽകാം എന്ന് ഹൂക്കർ കമ്പനി പറഞ്ഞു. അങ്ങനെ നയാഗ്ര ഫോൾസ് സ്കൂൾ ബോർഡിന് $1 ഭൂമി വിൽക്കുന്നു. എന്നാൽ ആ ഭൂമിയിൽ അവിടെയായി ചില അപായ ബോർഡുകൾ കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം കെമിക്കൽസ് ഉണ്ട്, ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ആ ബോർഡ്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ ബോർഡെല്ലാം പതിയെ അവിടെ നശിച്ചു പോകുന്നു. ആ സ്ഥലത്ത് സ്കൂൾ കെട്ടിടം വരുന്നു, ഒപ്പം താമസക്കാർ വരുന്നു, ഒരുപാട് വീടുകൾ വരുന്നു. 1000-ലധികം കുടുംബം അവിടെ താമസിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി ആരംഭിച്ചു. എന്നാൽ ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ പിശാച് പുറത്തു വരാൻ തുടങ്ങിയത്. 1949, 50, 53 ഈ കാലഘട്ടത്തിലാണ് ഈ ലവ് കനാലിനെ നയാഗ്ര ഫോൾസ് സ്കൂൾ ബോർഡിന് നൽകിയത്. അതിനുശേഷം 1953 മുതൽ അവിടെ വലിയൊരു വളർച്ചയുണ്ടായി. നിരവധി കെട്ടിടങ്ങൾ വന്നു. 1960കളിൽ ചില കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതായത് കുട്ടികൾക്ക് മൂക്കിൽ നിന്നും രക്തം വരുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നം ചില കുടുംബങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ നിന്നും രക്തം വരുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. 1960കളിൽ ചില സ്ഥലങ്ങളിൽ മാത്രം നടന്ന ഈ ഒരു സംഭവം 1960, 62, 63 ഈ കാലഘട്ടത്തിലെല്ലാം പതിയെ വർദ്ധിക്കാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് എന്തോ വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നതായും ഉറങ്ങാൻ കഴിയുന്നില്ല, വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു അശുദ്ധാത്മാവ് വന്ന് നമ്മെ ഞെരുക്കി അമർത്തിയാൽ എങ്ങനെയായിരിക്കും, അതുപോലെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകാൻ തുടങ്ങി. ശ്വസിക്കാൻ സാധിക്കുന്നില്ല, രാത്രികാലങ്ങളിൽ വല്ലാത്ത ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ, പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ 10 വർഷം പോയി. 1970ലേക്ക് വന്നു. ഈ സമയത്തായിരുന്നു ഒരു വലിയ മഴ അവിടെ ഉണ്ടായി, ഭയാനകമായ ഒരു മഴ. എന്നാൽ ഈ മഴയിൽ വന്നത് വെള്ളം മാത്രം അല്ല, കെമിക്കൽ വേസ്റ്റും പുറത്തേക്ക് വരുന്നു. അവരുടെ വീടിനെ ചുറ്റി എണ്ണയും രാസമാലിന്യങ്ങളും ദ്രാവക രൂപത്തിൽ തങ്ങി നിൽക്കാൻ തുടങ്ങി. പൂന്തോട്ടം മുഴുവനും നിറയാൻ തുടങ്ങി. വെള്ളം കുടിക്കാൻ പോലും സാധിക്കുന്നില്ല. കുടിവെള്ളത്തിൽ വല്ലാത്ത ദുർഗന്ധം. ചില ആളുകൾക്ക് മനസ്സിലായി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് രാസവസ്തുക്കൾ പടർന്നിട്ടുണ്ട് എന്ന്. ഈ ഭൂമി പ്രൊമോട്ട് ചെയ്തവർ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന നിർമ്മാതാക്കൾ
ചെറിയ രാസമാലിന്യം ഉണ്ടെന്നും അത് നീക്കം ചെയ്തു എന്നുമാണ് പറഞ്ഞത്. ഹൂക്കർ കെമിക്കലും അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ സീൽ ചെയ്തു, അതിലുള്ള രാസമാലിന്യങ്ങൾ കാരണം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരില്ല എന്ന വിശ്വാസവും അവർക്ക് നൽകി. ഈ എല്ലാ വിശ്വാസത്തിലുമാണ് അവർ ഭൂമിയ വാങ്ങിയത്. അവസാനം ഒരു വീട്ടിൽ ഒരു ചെറിയ കുഞ്ഞ്, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടി, പെട്ടെന്ന് രോഗം വന്ന് കിടക്കയിലായി. അവന്റെ അമ്മയുടെ പേര് ലോയ്സ് ഗിബ്സ്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ പ്രേതമോ ഭൂതമോ ഒന്നും തന്നെ ഇല്ല. തങ്ങളുടെ വീടിനടിയിൽ ധാരാളം രാസമാലിന്യങ്ങളുണ്ട്. ഇങ്ങനെ തള്ളിയ രാസമാലിന്യങ്ങൾ ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് എന്ന്. പക്ഷെ സർക്കാർ ഇത് മറച്ചു, ജനങ്ങളെ വഞ്ചിച്ചു. അതിനാൽ ഈ ഡീലർമാർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ച് ഈ മലിനീകരണത്തിനും ഇവർക്കെതിരെയെല്ലാം ലോയ്സ് കേസെടുത്തു. അവരുടെ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് ഒരു പ്രതിഷേധം ആരംഭിച്ചു. 1976 ഇത് സംഭവിച്ചത്. ഉടൻ തന്നെ ആ ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. അങ്ങനെ ഗവേഷണം നടത്താൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന ആ പിശാച് പൂർണ്ണമായും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 80-ലധികം വിഷപദാർത്ഥങ്ങൾ മണ്ണിനടിയിലുള്ളതായി ഗവേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. ഇതെല്ലാ ജനങ്ങളെയും, ആ സമൂഹത്തെ ആകെ ഞെട്ടിച്ചു. ഇതാണ് പലരുടെയും വന്ധ്യതയ്ക്ക് കാരണം, ഉറക്കമില്ലായ്മ, അസ്വസ്ഥതയ്ക്ക്, പലരുടെയും മരണകാരണവും ഇതാണ്. ക്യാൻസർ ഉണ്ടാകുന്നതിനും ഈ 80 വിഷപദാർത്ഥങ്ങളാണ് പ്രധാന കാരണം. ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. 1978 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. സത്യം പറഞ്ഞാൽ സ്ട്രക്ചറിലായിരുന്നു പലരെയും കൊണ്ടുപോയത്. കൂടാതെ നിരവധി ആളുകൾ അവരുടെ വീട്ടിൽ തന്നെ ബോധരഹിതരായി മാറി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ താമസക്കാരെയും ഒഴിപ്പിച്ചു. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആ പ്രദേശത്ത് സ്കൂളുകളും കെട്ടിടങ്ങളും ഒരു പ്രേത സ്ഥലമായി മാറി. വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലം. അവിടം ചുറ്റി പല അപായ മുന്നറിയിപ്പുകൾ നൽകി. ഈ സംഭവം കാരണം അമേരിക്കയിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? സൂപ്പർ ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് പ്രോഗ്രാം ആരംഭിച്ചു. ഏതൊക്കെ സ്ഥലത്താണോ ഇതുപോലുള്ള രാസമാലിന്യങ്ങൾ ഉള്ളത് ആ സ്ഥലങ്ങളിലെല്ലാം ഗവേഷണം നടത്തുക, അവിടെ ചുറ്റുമുള്ള ജനങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിക്കുക, അതുവഴി ഒരുപാട് ജനങ്ങളെ രക്ഷിക്കാനാകുമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. പല പ്രവിശ്യകളിലെത്തി. ഈ ഒരു പ്രോഗ്രാം കാരണം ഒരു കുടുംബത്തെയോ 2 കുടുംബത്തെയോ അല്ല രക്ഷിച്ചത്, ആയിരക്കണക്കിന് മനുഷ്യർ ഈ ഒരു സൂപ്പർ ഫണ്ട് പ്രോഗ്രാം വന്നതിനു ശേഷം രക്ഷപ്പെട്ടു. പറഞ്ഞു വന്നാൽ ഇതൊരു പരിസ്ഥിതി ദുരന്തത്തിന്റെ തുടക്കം തന്നെയായിരുന്നു. ഇവിടെ നിന്നാണ് മലിനീകരണത്തിനെതിരെ നിരവധി നിയമങ്ങൾ അമേരിക്ക രൂപീകരിച്ചത്. ഈ സംഭവത്തിൽ രാസമാലിന്യ ദുരന്തത്തിന്റെ പ്രാധാന്യം US തിരിച്ചറിഞ്ഞു. ഇതിന് പുറകിലുണ്ടായിരുന്ന ആ പിശാചിനെ കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ ഇത് വെറുതെ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമാണോ? നമ്മുടെ വീടിന് കീഴിൽ നാളെ നമ്മുടെ കെമിക്കൽ വേസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ വേസ്റ്റ് ഇതുപോലെ ഭൂമി പിളർന്ന് പുറത്തേക്ക് വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ബാധിക്കുമോ? ഇതുപോലുള്ള പിശാചുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ? നിങ്ങളുടെ ഗ്രാമത്തിന് ചുറ്റുമുണ്ടോ? അതിന്റെ മാലിന്യ സംസ്കരണം എങ്ങനെയാണ്? ഇതുപോലെ സമാനമായൊരു സംഭവത്തിൽ 3000 പേർ ബാധിക്കപ്പെട്ടു. പക്ഷെ അത് ഇതുപോലെയല്ല, ഇതിലും വളരെ ഭീകരമായിരുന്നു. ആ ഒരു സംഭവത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് കമന്റിൽ മെൻഷൻ ചെയ്യുക. എത്ര പേർ ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.